പല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറേ പണം ഉണ്ടാക്കി. ഇതെല്ലാം അയാൾ കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നലെ സംഭവിച്ച ഒരു മരണ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ദുഃഖമൊന്നും കേരളക്കരയിലുള്ള അമ്മമാരുടെ മനസ്സിലൊന്നും കാണാൻ വഴിയില്ല. കാരണം ആരാണ് മരിച്ചത്? BA ആളൂരാണ് മരിച്ചത്. BA ആളൂർ അന്തരിച്ചു എന്നൊരു പോസ്റ്റ് വന്നപ്പോൾ ആദ്യ പ്രതികരണവുമായിട്ട് നമ്മുടെ സൗമ്യയുടെ അമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. ആരാണ് സൗമ്യ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. 2011 ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ്റെ കയ്യാൽ മരണം ഏറ്റുവാങ്ങിയ സൗമ്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം സൗമ്യയുടെ അമ്മ ആളൂരിൻ്റെ മരണത്തിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആള് വാദിക്കാൻ വന്നു, ആള് വാദിച്ചു, കേസ് എല്ലാ രീതിയിലും പല വഴിയിലിതായിപ്പോയി. അന്ന് മുതൽ സുപ്രീം കോടതി ഈ കേസ് ഇതായി അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ പരിപാടി തന്നെ. നിങ്ങൾക്ക് ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ, ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വേദന നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളൂരാൻ വക്കീല് ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളുടെയും ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ആ വാക്ക് ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ ചെവിയിൽ കേട്ടപ്പം എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം എൻ്റെ പല കാര്യങ്ങളും ഓർത്തിട്ടുള്ള സങ്കടങ്ങൾ അതെനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാണ്, ആളൂരാൻ ഇനിയൊരു ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരാൻ വക്കീല്, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരാൻ വക്കീല് പല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറേ പണം ഉണ്ടാക്കി. ഇതെല്ലാം അയാളെ കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദച്ചാമിയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പിടിച്ച് പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിരിക്കും. ആ ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാൽ ദൈവത്തോടടക്കം നന്ദി. കേട്ടല്ലോ, ഒരു അമ്മയുടെ ദുഃഖമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് തൻ്റെ മക്കളുടെ കൊലപാതകിക്ക് കിട്ടേണ്ടിയിരുന്ന മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി അവന് ജീവപര്യന്തമാക്കി മാറ്റിക്കൊടുത്തത് ആളൂരാണ്. അതുകൊണ്ട് ആ അമ്മയുടെ ശാപം ഏറ്റ് വാങ്ങിയിരിക്കുകയാണ് ആളൂർ. അതിനുവേണ്ടി പ്രായമുള്ള വ്യക്തിയൊന്നുമല്ല. തൻ്റെ കർത്തവ്യത്തിൽ അതായത് അഡ്വക്കേറ്റ് ആയിട്ട് റിട്ടയറായോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ആളൂരിനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഒരു വാദിഭാഗത്തും ഇദ്ദേഹം അഡ്വക്കേറ്റായിട്ട് എത്തിയിട്ടില്ല. എല്ലാം പ്രതികൾക്കായിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പറയല്ലോ, സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് നെഗറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളെ കുറിച്ച് അത് തന്നെയാണ് കേട്ടോ ഇദ്ദേഹവും ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നമ്മൾ വാദിഭാഗത്ത് നിന്ന് അത്രമാത്രം അറിയില്ല എന്നായിരിക്കും ചിലപ്പോൾ. അത് ഗ്രീഷ്മയുടെ കേസ് വന്ന സമയത്തും ഗ്രീഷ്മ അനുകൂലിച്ച് വന്ന വ്യക്തിയാണ് ആളൂർ. അതുപോലെ തന്നെ സൗമ്യയുടെ കേസ് 2011 സൗമ്യയുടെ കേസോടുകൂടിയാണ് ആളൂരിനെ ശ്രദ്ധിച്ചുകൂടെ. അതായത് ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് 1 രൂപ ഫീസ് പോലും ഇല്ലാതെ കോടതിയിൽ ഹാജരായ വ്യക്തിയാണ് നമ്മുടെ ആളൂർ എന്ന് പറയുന്നത്, BA ആളൂർ എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ നിഷ വധക്കേസ്, നമ്മുടെ കൂടത്തായി ജോളി വധക്കേസ്, ജോളി കേസ്, അതുപോലെ തന്നെ നമ്മുടെ ഇളന്തൂരിൽ നരബലി കേസ്. അങ്ങനെ ഏതാണോ ഏത് ഈ കുറച്ച് പബ്ലിസിറ്റി ആർജിച്ച കേസുകളുണ്ടോ അതിലെല്ലാം പ്രതിഭാഗങ്ങൾക്ക് വാദിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ നടി ആക്രമിച്ച കേസിലെ പൾസർ സുനിക്ക് അഭിഭാഷകനായിട്ട് എവിടെയാണോ കുറ്റം ഉള്ളത്, പ്രതിഭാഗം എവിടെയാണോ, പ്രതി എവിടെയാണോ, പ്രതിയുടെ ഭാഗത്ത് വാദിക്കാനായിട്ട്, പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ടാണ് ആളൂരെത്തുക. പക്ഷേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സത്യസന്ധത ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇദ്ദേഹം നമ്മുടെ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ മാറ്റി ജീവപര്യന്തമാക്കി എന്നുള്ളതല്ലാതെ മറ്റൊന്നിലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂയുടെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാം. അതായത് നമ്മുടെ സൗമ്യയുടെ അമ്മ ഇദ്ദേഹത്തിനെ നേരിട്ട് തന്നെ ശപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമുണ്ട്. ആളൊരു മരിക്കുന്നതിന് മുന്നേ എടുത്തൊരു ചെറിയൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഈ പറയുന്ന സൗമ്യയുടെ അമ്മ ചോദിച്ചതാണ്,
1000 കല്ലുകൾ എറിയുമ്പോൾ ഒരു കല്ല് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ തലയിലും വന്ന് പതിക്കും. അത് ശാപത്തിൻ്റെ കല്ലാണ് എന്ന്. ആ അമ്മ പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു വന്നു ആ ശാപവാക്കുകൾ പോലും ആ വരട്ടെ, ശാപം വരട്ടെ, ശാപം വരട്ടെ. നമ്മൾ രേണുസുധിയുടെ കാര്യം പറഞ്ഞപ്പോൾ നെഗറ്റീവ് വരട്ടെ, നെഗറ്റീവ് വരട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ശപിക്കട്ടെ, ശപിക്കട്ടെ എന്ന് 4 പേര് അറിഞ്ഞാൽ മതി. എനിക്ക് ആ പ്രശ്നമില്ല. നമ്മുടെ ഗ്രീഷ്മ വധക്കേസിൻ്റെ സമയത്ത് ഗ്രീഷ്മ വധക്കേസല്ല, ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറെന്ന് പറഞ്ഞിട്ട് ഒരു വിധി വന്നല്ലോ. അപ്പോൾ ആ ഒരു വിധിയുടെ സമയത്ത് നമ്മുടെ ആളൂരിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ നമ്മളിപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷം ടെലികാസ്റ്റുകളൊക്കെ എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടുപോകാം. അതായത് ആളൂരും കുറച്ച് കാശുമുണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന് നമ്മുടെ അവതാരകൻ പറയുന്ന സമയത്ത് ആളൂർ പറയുന്ന കുറച്ച് കമൻസ് ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. അതായത് ഇദ്ദേഹത്തിന് ഒരു ധാർഷ്ട്യമുണ്ട്. ധാർഷ്ട്യമല്ല, ഇത് എന്താണ് പറയുക, എനിക്ക് ചിലപ്പം അതായത് ആളൂർ പറയുന്നത് ഞാൻ ഒരാളടുത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ പോയി കൊന്നിട്ട് വരൂ ഞാൻ രക്ഷിക്കാം, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അയാളോട് ആരും വന്ന് ചോദിച്ചിട്ടില്ല ഞാൻ കൊല്ലട്ടെ, അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കത് കേട്ടിട്ട് വരാം. അതിനുശേഷം നിങ്ങൾ പറയണം ആളൂരിൻ്റെ ഈ മരണത്തിൽ നമ്മൾ ദുഃഖിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ കമൻ്റായിട്ട് അത് രേഖപ്പെടുത്തണേ. ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. നോക്കൂ, അതൊരു ആപ്തവാക്യമാണ്. മള്ളൂർ വക്കീലും കുറച്ച് കാശുമുണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന് തിരുവനന്തപുരത്ത് പണ്ട് കാലത്ത് കേരളത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. നോക്കൂ, ഒരു അഭിഭാഷകൻ എന്നാണ് ഒരു ആളുടെ കേസ് ഏറ്റെടുക്കുന്നത്? അവൻ ചെയ്ത കുറ്റകൃത്യം അല്ലെങ്കിൽ അവൻ ചെയ്ത കുറ്റം അതൊക്കെ നടന്നതിന് ശേഷമാണ്. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കാശ് അഡ്വക്കേറ്റ് ആളൂരിനും കൊണ്ടുകൊടുത്ത് ഞാനൊരു പോയി കൊലപാതകം ചെയ്യട്ടെ ആളൂരെ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു അഭിഭാഷകനോട് അങ്ങനെ ചോദിക്കുക, അത് തെറ്റായ ഒരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഔട്ട് ഓഫ് ഇതിൽ പറഞ്ഞത്. എൻ്റെ അടുത്ത് വരുന്ന ഒരു കക്ഷി, ആ കക്ഷിക്ക് നീതി കിട്ടാനായിട്ട് ഒരു പക്ഷേ അവരുടെ കുടുംബം തന്നെ എതിർ നിന്നാലും ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരാളും എന്നോട്, ഞാനെന്ന അഭിഭാഷകനോട് ഞാൻ നാളെ കൊലപാതകം നടത്തട്ടെ, സാധനം രക്ഷിക്കുക, പോയി കൊന്നുപാടോ ഞാൻ രക്ഷിക്കാം, അങ്ങനെ പറയുന്ന ഒരു അഭിഭാഷകനല്ല ഞാൻ. എപ്പോഴും അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീർക്കണം, തീർന്നതിന് ശേഷം നിങ്ങൾ വരൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രതിയായതിന് ശേഷം നിങ്ങളെ എന്നെ സമീപിക്കൂ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് കുറ്റം ചെയ്തതിന് ശേഷം, കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണ് പ്രതികൾ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് നിയമപരമായിട്ട് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. ഇപ്പം ഗ്രീഷ്മയുടെ കാര്യം എടുത്ത് പറയുമ്പോൾ സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നത് കണ്ടോ? ഈ നമ്മളുടെ ഒരു എത്തിക്സ് വെച്ച് പുലർത്തേണ്ട 2 പ്രൊഫഷനാണ്. 2 അല്ല, ഏത് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. എന്നാലും നമ്മൾ ഡോക്ടർമാർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ്, ഇവർക്കൊരു നിയമപുസ്തകം നമ്മളൊരു കൂട്ടിൽ കയറി നിൽക്കുന്ന സമയത്ത് ദൈവസാക്ഷിയെ എല്ലാ സത്യം മാത്രം പറയുമെന്ന് നമ്മളെ കൊണ്ട് സത്യം വാങ്ങിച്ചിട്ട് ഈ അഡ്വക്കേറ്റ്സ് അവർ പറഞ്ഞ് ആ പ്രതിയെ രക്ഷപ്പെടുത്താനായിട്ട് ഇവർ മെനഞ്ഞെടുക്കുന്ന കഥകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമക്കാർക്ക് പോലും ഇത്രയും നല്ല കഥകളൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അതിനാണല്ലോ പണ്ടുള്ളവർ പറഞ്ഞത്, നമ്മൾ ഡോക്ടർമാരോടും അഡ്വക്കേറ്റിനോട് കള്ളം പറയരുത് വെച്ചാൽ അവരോട് കള്ളം പറയരുത്, അവർ നമ്മളെ രക്ഷിക്കാൻ വരുന്നവരാണ്, അവരെ നമ്മൾ കറക്റ്റ് സത്യം പറയണമെന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രൊഫഷൻ്റെതായ ഒരു എത്തിക്സും വെച്ച് പുലർത്താത്തൊരു വ്യക്തിയാണ് നമ്മുടെ ആളൂരെന്ന് പറയുന്നത്. എന്തെന്നാലും ആളൂർ ഇങ്ങനെ മരണപ്പെട്ടപ്പോൾ ഇനിയുള്ള കുറച്ച് പേർക്കെങ്കിലും നീതി ലഭിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരാളൂർ പോയാൽ അടുത്ത 100 ആളൂർ വരും, അതാണ് നമ്മുടെ ചരിത്രം. എന്നിരുന്നാലും ഈ ആളൂരിൻ്റെ ഈ ഒരു മരണത്തിന് എനിക്കൊന്നും ഒരു വ്യക്തിയുടെ മരണത്തിനെയും ആരും സന്തോഷമായിട്ട് സ്വീകരിക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ഒരുപാട് പേര് കേരളക്കാരെ ഒന്നടങ്കം സന്തോഷിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്ങനെയാണ് നമ്മൾ ഓരോ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിരിക്കുന്ന കമൻറ്റുകൾ, ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കമൻറ്റുകളെല്ലാം. എന്തായാലും നമ്മുടെ സൗമ്യയുടെ അമ്മ ആ ദുഃഖത്തിൽ, ആ മകൾ ഇത്ര വർഷമായി നഷ്ടപ്പെട്ടിട്ട് ഒരിക്കലും ഒരു അമ്മയ്ക്കും സ്വന്തം മകളുടെ വിയോഗം താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. വേറെ ഗോവിന്ദചാമി ഇപ്പം നമ്മൾ കണ്ടു കാണുമല്ലോ, ജയിലിൽ കിടന്ന സുന്ദരക്കുട്ടൻ, ഒരു ഭിക്ഷക്കാരനെ പോലെ ജയിലിലെത്തിയവൻ, അവന് ഇപ്പോൾ സിനിമാ നടന്മാർ തോറ്റുപോകും, അത്ര ഗ്ലാമറായിട്ടാണ് വന്നിരിക്കുന്നത്.
എല്ലാ ജയിലിലെ ഭക്ഷണമൊക്കെ കഴിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങാനായിട്ട് ജീവപര്യന്തം അല്ലേ ആ വധശിക്ഷ എന്ന് പറയുന്നത് കുറച്ചു കൊടുത്തല്ലോ ആളൂർ. അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെയെങ്കിലും സാധിച്ചു. ഇവിടെ ആളൂരിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെയുള്ള പബ്ലിക്കലി ഇത്രയും വലിയ ഇഷ്യൂസ് ആവുന്ന കേസുകളിൽ ഇടപെട്ട് താൻ വലിയ ആളാണെന്ന് തെളിയിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഒരാളുടെ വിയോഗത്തിൽ എല്ലാവർക്കും ദുഃഖം ഉണ്ടാകും. പക്ഷേ ഈ ഒരു വിയോഗത്തിൽ ആരും ദുഃഖിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും നിങ്ങളുടെ കമൻസുകൾ, ആളൂരിൻ്റെ വിയോഗം ഒരു തീരാ നഷ്ടമാണോ, എന്തായാലും നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.